കുടുംബജീവിതം ഒഴിവാക്കണ്ട, അതിന്റെ കൂട്ടത്തിൽ ദീന്റെ ഭക്ഷണത്തിനെയും കൂടി ചേർത്തോളിൻ. ജോലി രാജിവെക്കണ്ട, ജോലി ചെയ്തോളിൻ, അതിന്റെ കൂട്ടത്തിൽ ദീന്റെ ഭക്ഷണത്തിനെയും കൂടി ഒന്ന് ചേർത്തോളിൻ. നീയത്തൊന്ന് മാറ്റിക്കോളിൻ. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ ദീന്റെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ലോകം മുഴുവൻ യാത്ര ചെയ്യിൻ. അള്ളാഹ് നിങ്ങൾക്ക് ഖദറായ റിസ്ക് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നൽകിക്കോളും. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? സഹോദരന്മാരെ, ഇതിനൊരു പരിശ്രമം, ഇതിനൊരു പരിശീലനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആദ്യം മുതലേ സഹാബാക്കളെ പരിശീലിപ്പിച്ചു. മദീനവാസികൾ 12 പേര് വന്നു. ആദ്യത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ ചരിത്രം. ഒന്ന് ഞാനൊരു ചുരുങ്ങിയ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ആ 3 ഫേസ് ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ ഇൻഷാ അല്ലാഹ്, ഇല്ലേ? ഏതൊക്കെയാ 3 ഫേസ്? നോക്കട്ടെ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന്. നമ്മൾ ഇശാക്ക് മുമ്പ് പറഞ്ഞാണല്ലോ. എന്തൊക്കെയാണ്? ദീന്റെ പരിശ്രമം ചെയ്യുക, മറ്റുള്ളവരെ തയ്യാറാക്കുക, പിന്നെ മറ്റുള്ളവരെ തയ്യാറാക്കുന്ന പണി അവർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുക. ആദ്യം ട്രെയിൻഡ് ആക്കുക, പിന്നെ ട്രെയിനർ ആക്കുക. ആദ്യത്തെ ജമാഅത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് അയച്ചു. ദീനിന്റെ പരിശ്രമത്തിന്റെ ഒരു സുസജ്ജമായ പദ്ധതിയോടുകൂടി പോയ ജമാഅത്ത്. നിവൃത്തിയില്ലാതെ അതിനു മുമ്പ് ഹിജ്റത്ത് ചെയ്ത 1-2 സ്ഥലങ്ങളിൽ സഹാബാക്കൾ പോയിരുന്നു. മക്കയിൽ രക്ഷയില്ല, നിവൃത്തിയില്ല, പോയി നോക്കിയിരുന്നു. എന്നാൽ സുസജ്ജമായ രീതിയിൽ ഒരു പ്ലാനിങ്ങോടുകൂടി, ഒരു പദ്ധതിയോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അയച്ച ജമാഅത്ത് 13 പേരുടെ ജമാഅത്താണ്. എത്ര പേരുടെ ജമാഅത്ത്? 13 പേരുടെ യാത്രാ സംഘം. 12 മദീനവാസികൾ, ഒരു മക്കാവാസി. മദീനക്കാര് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. മക്കയിൽ വലിയ കടുത്ത എതിർപ്പായിരുന്നു. ദീനിന്റെ ഭക്ഷണം ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ പണിഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ ഹറാം, കഅബത്തുള്ള. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി പണിഞ്ഞ പള്ളി. വത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹിം. പക്ഷേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാപ്പ പണിഞ്ഞ പള്ളിയിൽ നിന്ന് ചെറുമോനെ പുറത്താക്കി. ഉപ്പാപ്പ പണിഞ്ഞ പള്ളിയിൽ നിന്ന് ആരെ പുറത്താക്കി? ചെറുമോനെ പുറത്താക്കി. ഈ ചെറുമോനെ കൊണ്ടാണ് ഈ ഖുറൈശികൾ കഅബത്തുള്ള പുനർനിർമ്മാണം നടത്തിയപ്പോൾ ഹജറുൽ അസ്വദ് എടുത്തു വെപ്പിച്ചത്. അത്ര ബഹുമാന്യനായിരുന്നു ഈ ചെറുമോൻ. പക്ഷെ ദീനിന്റെ പരിശ്രമം തുടങ്ങിയപ്പോൾ പിന്നെ ജനങ്ങളുടെ പെരുമാറ്റ രീതി മാറി. സഹോദരന്മാരെ, ദീനിന്റെ പരിശ്രമത്തിന്റെ നമ്മളെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ബെഡ്റൂം ഒരു സാധനമായിട്ട് അറ്റാച്ച്ഡ് ആണ്. എന്താണ്? അതില്ലാണ്ട് ഇപ്പൊ ബെഡ്റൂം ഇല്ല. എന്തറ്റാച്ച്ഡ്? അതില്ലാണ്ട് ഇപ്പൊ ബെഡ്റൂം ഇല്ല എന്ന് പറഞ്ഞ മാതിരി ദീനിന്റെ പരിശ്രമത്തിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് എന്ത്? കുറച്ച് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, യാതനകൾ. ഇത് അതിന്റെ കൂടെ അള്ളാഹ് ചേർത്ത് വെച്ചിരിക്കുക. എന്താ കാരണം എന്നറിയോ? ആഗ്രഹിക്കാൻ പാടില്ല, ആശിക്കാൻ പാടില്ല, അള്ളാഹിനോട് ആഫിയത്തെ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷേ അള്ളാഹു താല ദീന്റെ പരിശ്രമത്തിന് വേണ്ടി ആരിറങ്ങിയാലും ഒന്നില്ലെങ്കിൽ വേറെ ഒരു നിലയിൽ അള്ളാഹു താല ഒന്ന് കൊട്ടി നോക്കും. അള്ളാഹ് എന്ത് ചെയ്യും? കൊട്ടി നോക്കും. പിച്ചള പാത്രത്തിന് വലിയ കൊട്ട്, മൺകലത്തിന് പിച്ചള പാത്രത്തിനെ കൊട്ടുന്ന പോലെ മൺകലം കൊട്ടിയാൽ എന്താവും? പൊട്ടിപ്പോവും. അതുകൊണ്ട് അള്ളാഹ് സഹാബാക്കളെയും നബിമാരെയും കൊട്ടിയ പോലെ നമ്മളെ കൊട്ടൂല, പേടിക്കണ്ട. നമ്മൾ മൺകലാണ്, അള്ളാഹ്ക്ക് അറിയാം ഇത് ഇങ്ങനെ അല്ലാണ്ട് കൊട്ടാൻ പറ്റില്ല. എന്നെങ്ങനെതാ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നബിമാർക്കും സഹാബാക്കൾക്കും ഇങ്ങനെയായിരുന്നു കൊട്ട്. അങ്ങനെ നമ്മളെ കൊട്ടിയാല് പണി തീർന്നു പോകും. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ കൊട്ടൂല, പേടിക്കണ്ട. പക്ഷെ ചെറിയ കൊട്ടൽ എന്തായാലും ഉണ്ടാവും. ചെറിയ കൊട്ടൽ. വല്ലദീന ജാഹദു ഫീന, അധ്വാനമാണിത്, ഇതൊരു പരിശ്രമമാണ്, ഇതൊരു കഷ്ടപ്പാടാണ് ഈ മാർഗത്തിൽ. കാരണം അള്ളാഹ്ക്കൊരു നിർബന്ധമുണ്ട്. അതെന്താണെന്നറിയാമോ? അള്ളാഹ് വലിയ അഭിമാനിയാണ്. അള്ളാഹു തആലയ്ക്ക് ഒരു നിർബന്ധമുണ്ട് ഒരു കാര്യത്തിൽ. എന്നിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുന്നവൻ ദുനിയാവിന് വേണ്ടി ക്ഷണിക്കരുത്, പദവി മോഹത്തോടുകൂടി ക്ഷണിക്കരുത്, പണമോഹത്തോടുകൂടി ക്ഷണിക്കരുത്, വെല്ലോന്റെ പൈസ വാങ്ങിയിട്ട് ഈ പണി എടുക്കരുത്. എനിക്ക് വേണ്ടി എന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവൻ എന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വന്തം ഞാൻ കൊടുത്ത സമ്പത്തിൽ നിന്നും ചെലവാക്കണം, ഞാൻ കൊടുത്ത സമയത്തിൽ നിന്നും അവൻ അധ്വാനിക്കണം, അവൻ ഖുർബാൻ ചെയ്യണം, അവൻ ത്യാഗം ചെയ്യണം. എന്നിട്ട് എനിക്ക് വേണ്ടി, എന്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കണം. സഹോദരന്മാരെ,
ദീനിന്റെ പരിശ്രമത്തിന്റെ മാർഗത്തിൽ അള്ളാഹ് ഇതുകൊണ്ടാണ് കുറച്ച് ത്യാഗങ്ങളും പരീക്ഷണങ്ങളും വെച്ചിരിക്കുന്നത്. ത്യാഗവും പരീക്ഷണവും ഇല്ല, കംഫർട്ട് സോണാണ് ദീനിന്റെ പരിശ്രമം എങ്കിൽ പിന്നെ ദുനിയാവിലെ എല്ലാ ബത്താലും ജഡ്ജാലും പറയും ഞാനും ദീനിന്റെ പരിശ്രമം ചെയ്തോളാം എന്ന്. പക്ഷേ ഇതിനിറങ്ങിയാൽ ആദ്യം കിട്ടുന്നത് മിക്കവാറും കളിയാക്കലായിരിക്കും. മിക്കവാറും എന്താ കിട്ടുക? ഒന്നീ ഭാര്യ തന്നെ കളിയാക്കും. ഒരു ധാരാളം മുസ്ലിമുകളുണ്ട് ഇന്ന് ദുനിയാവില്. അവർ ദീന്റെ പരിശ്രമം ചെയ്തു തുടങ്ങുമ്പോൾ നാട്ടുകാരെല്ലാം മാഷാ അല്ലാ അൽഹംദുലില്ലാ തരക്കേടില്ല നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാര്യ കളിയാക്കലേ കളിയാക്കലാണ്. നിങ്ങൾക്കൊരു ഇക്കാക്കാന്റെ കുപ്പായോ ഒരു അനിയന്റെ ഒരു പാൻറ്റും വേറെ കോലമൊന്നും കണ്ടില്ല, ഭാര്യ തന്നെ കളിയാക്കും, ഭാര്യ തന്നെ പുച്ഛിക്കും, ഭാര്യ തന്നെ തമാശയാക്കും, കുടുംബക്കാര് കളിയാക്കും, കുടുംബക്കാര് തമാശയാക്കും. ഭാര്യയും കുടുംബവും ഒന്നും കളിയാക്കിയില്ലയോ നാട്ടുകാർ വെറുതെ ഇരുത്തൂല. ചിലപ്പോൾ പള്ളിയിലെ പ്രസിഡന്റ് ആയിരിക്കും, അള്ളാന്റെ ദീന്റെ വിഷമം തുടങ്ങിയ പ്രസിഡന്റ് സ്ഥാനം പോകും, പുറത്താക്കും, ആ പള്ളിയിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കി കളയും. ഇതെല്ലാം റസൂലുള്ളാഹിക്ക് കിട്ടിയതാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ത്യാഗത്തിനെ പരീക്ഷണത്തിനെ ആഗ്രഹിക്കരുത്, ചോദിക്കരുത്. പക്ഷെ അള്ളാഹ് അഥവാ തന്നാൽ ക്ഷമിക്കണം, സബർ ചെയ്യണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ നിന്റെ നബിക്ക് കൊടുത്തത് എനിക്കും തന്നല്ലോ. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അത് ആർക്ക് കിട്ടിയത്? പറയും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അത് ആർക്ക് കിട്ടിയത്? പക്ഷെ നമ്മൾ ആഗ്രഹിക്കണ്ട. പക്ഷെ അഥവാ അള്ളാഹ് അങ്ങനെ ഒരു സന്ദർഭം കൊണ്ടുവന്നാൽ പേടിക്കൊന്നും വേണ്ട, തളരുകയൊന്നും വേണ്ട, വിറച്ചൊന്നും പോകണ്ട. ഒന്നും കൂടെ ഒന്ന് ഉറച്ചോ, ഞാൻ അള്ളാന്റെ റസൂലിന്റെ മാർഗത്തിൽ തന്നെയാണെന്നുള്ളതിന് ഇതൊരു പുതിയ തെളിവാണ്. ഞാൻ എന്നെ പുറത്താക്കപ്പെട്ടു. മനുഷ്യരാരെങ്കിലും ഒരു സഹാബി, അദ്ദേഹത്തിന് വിവരം കിട്ടി, അദ്ദേഹം ഗ്രാമവാസിയായിരുന്നു. അദ്ദേഹം ഒരു വാർത്ത അറിഞ്ഞു, മക്ക പട്ടണത്തിൽ അവസാന നബി വന്നിരിക്കുന്നു. ഒരാൾ പറയുന്നു ഞാൻ അവസാന നബിയാണെന്ന്, പോയി നോക്കാം. അദ്ദേഹം വന്നു. മക്കയിൽ ആര് വന്നാലും, മക്കയിലെ മലപ്പുറത്ത് ആര് വന്നാലും ആദ്യം എവിടെ വരും? എവിടെ വരിക? ഡൗൺ ഹില്ലോ അപ്പ് ഹില്ലോ? രണ്ടിലൊന്ന്, ഒന്നി കോട്ടപ്പടിയിൽ അല്ലെങ്കിൽ അപ്പ് ഹില്ലില്. മലപ്പുറത്തെ അപ്പ് ഹില്ലിലെത്തും. മലപ്പുറത്ത് വന്ന പുതിയ ഒരാൾ മലപ്പുറം കാണാൻ വന്ന അവിടെ മേളിൽ വരും, കുന്നിന്റെ പുറത്ത്. അപ്പൊ മക്കത്ത് ആര് വന്നാലും എവിടെ വരും? എവിടെ വരും? കാബാലയം കാണാൻ വരും. കാരണം അവിടെ ലോകത്ത് വേറെ എവിടെ ഇല്ലാത്ത സാധനം അവിടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹവും കാബാലയത്തിൽ വന്നു, മസ്ജിദുൽ ഹറാമിന്റെ അങ്കണത്തിൽ നബിയെ അന്വേഷിച്ച് വന്നതാണ്. നുബുവത്ത് പറഞ്ഞ ആൾ ഇവിടെ കാണാൻ ഉണ്ടോ നോക്കാം. അവിടെ വന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ ചുറ്റിനും കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. ഒരു വെളുത്ത ചുമന്ന കളർ നിറഞ്ഞ മുഖമുള്ള ഒരു മനുഷ്യൻ, നല്ല ഭംഗിയുള്ള മുടി. അദ്ദേഹം എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഈ മനുഷ്യർ അദ്ദേഹത്തിനെ പറയാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിനേക്കാൾ വലിയ ശബ്ദത്തിൽ ഇവർ കൂവി വിളിക്കുന്നു, തമാശയാക്കുന്നു, കൈകൊട്ടുന്നു, പുച്ഛിക്കുന്നു, കളിയാക്കുന്നു. ഹദീസിന്റെ കിതാബുകളിലുള്ള വാക്കാണ്, തമാശയൊന്നും അല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ സഹാബി മുസ്ലിമാകുന്നതിന് മുമ്പുള്ള സംഭവം ഞാൻ നോക്കിയപ്പോൾ കാണാം, ഈ കൂടി നിൽക്കുന്ന മനുഷ്യരിൽ ചില മനുഷ്യർ മണ്ണെടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തെറിയുന്നു, ചില മനുഷ്യർ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തുപ്പുന്നു. ഇദ്ദേഹം പറയാണ്, ഈ സഹാബി, ഞാൻ ആ നാട്ടുകാരനായ ഒരു മനുഷ്യനോട് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഇതാണ് അബ്ദുള്ളയുടെ മോൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം നിലം പതിച്ച് തളർന്ന് താഴെ കിടന്നുപോയി. അപ്പോൾ ഈ ജനത അദ്ദേഹത്തിനെ വിട്ടിട്ടു പോയി. മുഖത്തെല്ലാം മണ്ണ്, തലയിലെല്ലാം മണ്ണ്, മനുഷ്യരുടെ തുപ്പല്. ഇതെല്ലാം സഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും വലിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഇത്രയും വലിയ നിന്ദ്യതാപരമായ പെരുമാറ്റങ്ങളും നബിതങ്ങളുടെ നേരെ ഒരു ജനത നടത്തുന്നത് അള്ളാഹ് കാണുന്നില്ലേ? ഞാൻ അതാണ് പറഞ്ഞത്, അള്ളാഹ്ക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. ഈ മാർഗത്തിലേക്ക് വരുന്നവൻ എന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുവരണം. അതുകൊണ്ട് നബിയുടെ ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗം യാതനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ്. സ്ഥാനവും പദവിയും കൊതിച്ചിട്ട് ഈ മാർഗത്തിലേക്ക് വരുന്നവന് ഇവിടെ നിൽക്കാൻ പറ്റൂല. രണ്ടടി കിട്ടുമ്പോൾ ആള് പുറത്തിയാടും. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. ഈ സഹാബി പറയാണ്,
അങ്ങനെ അദ്ദേഹം നിലപതിച്ച് കിടന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു ചെറിയൊരു പെൺകുട്ടി, ഒരു വെളുത്ത മുഖം, കറുത്ത മുടിയുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി കയ്യിലൊരു പാത്രത്തിൽ വെള്ളവുമായിട്ട് വന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കുന്നു, തല തടവി കൊടുക്കുന്നു, തലയിലെ ആ മണ്ണെല്ലാം കഴുകി കളയുന്നു. ഞാൻ ആ നാട്ടുകാരനോട് ചോദിച്ചു, ഇതാരാണ് ഈ കുട്ടി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് അദ്ദേഹത്തിന്റെ മൂത്ത മോളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഇതാണ് ദീനിന്റെ പരിശ്രമം. ദീനിന്റെ പരിശ്രമം തുടങ്ങി നബിതങ്ങൾ ഏറ്റവും ബഹുമാന്യൻ മക്കയിൽ, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു അതുവരെ. ദീനിന്റെ പരിശ്രമം തുടങ്ങിയപ്പോൾ സംഗതി മാറി. സ്ത്രീകളുടെ ഹൃദയത്തിൽ നബിതങ്ങളെ പറ്റി എത്ര വിഷം കുത്തിക്കയറ്റി എന്ന് വെച്ചാൽ, വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ത്രീകൾ അവരുടെ വീട്ടിലെ കച്ചറയും ചവറുമെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ച് കാത്തു നിൽക്കുമായിരുന്നു. നബിതങ്ങൾ നടന്നു പോകുമ്പോൾ എടുത്ത് നബിതങ്ങളുടെ തലയിൽ കൊട്ടിക്കൊടുക്കുമായിരുന്നു. നബിതങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ അങ്കണത്തിൽ സുജൂദിൽ കിടക്കുകയാണ് നിസ്കാരത്തിൽ. അബൂജഹല് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്ന് മോളിൽ ഇടിപ്പിച്ചു. എന്നിട്ട് ചിരിച്ചോണ്ട് നിന്നു, കളിയാക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴുത്ത് പൊക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിന് ചുറ്റിനും തുണിയിട്ട് കെട്ടിപ്പിടിച്ച് വലിച്ചു മുറുക്കി വലിച്ചു മക്കവാസികൾ. പല വീടുകളിലും നബിതങ്ങൾ കയറി ചെന്നപ്പോൾ, ഓ നീയോ ഓടാ പുറത്ത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കി, ഉന്തിത്തള്ളി പുറത്താക്കി വാതിൽ കൊട്ടി അടക്കപ്പെട്ടു. ഇതെല്ലാം സഹിച്ചുകൊണ്ടും ക്ഷയിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പരിശ്രമം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മളെ മഹാന്മാർ പറയാറുണ്ട്, ഈ ബുദ്ധിമുട്ടുകളും യാതനകളും കഷ്ടപ്പാടുകളും ഒന്നും അല്ലാഹ് പാഴാക്കുകയില്ല, അല്ലാഹ് പാഴാക്കുകയില്ല. ഇതെല്ലാം ഒരു വൃക്ഷത്തിന് വെള്ളമൊഴിക്കപ്പെടുന്ന പോലെ, ഒരു വൃക്ഷത്തിന് വളം ഇട്ട് കൊടുക്കുന്നത് പോലെ നാളെ ഈ വൃക്ഷം പടർന്ന് പന്തലിക്കാൻ പോകുകയാണ്. താൽക്കാലികമായ അതിന്റെ അവസ്ഥയെ കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഈ വളം പാഴാവൂല, ഈ വെള്ളം പാഴാകുകയില്ല. അല്ലാഹ് നിശ്ചയിച്ച സമയത്ത് ഇത് വളരും. ഇത് വലിയ തടിയുള്ള ഒരു മരമാവും, ഇതിന് ശിഖരങ്ങളുണ്ടാവും, പടർന്ന് പന്തലിക്കും, ഇത് തണൽ നൽകും, ഇത് വൃക്ഷങ്ങൾ, ഇത് പഴവർഗ്ഗങ്ങളെ നൽകും, ഇത് കായ്കനികൾ നൽകും. ഇതിൽ നിന്നും മനുഷ്യനിക്ക് ഉപയോഗമുണ്ടാവും, കാലാകാലം പ്രയോജനമുണ്ടാവും. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖിനെ തരുമാറാകട്ടെ.